എമ്പുരാൻ കങ്കുഹാലിലകെ സംഖികൾ മോഹൻലാലിനെ കൊല്ലാം നടക്കുലു സംഖികൾ രാജുഹീനതലായൊരുക്കൻ നടക്കുന്നു സംഖികൾ സംഖിക്കുരക്കം പോയി മുസ്ലിമിലുടക്കം പോയി സംഖിക്കുടക്കം പോയി സംഖിക്കുമുരക്കം പോയി റംബുരാൻ കമ്പുവട്ടായി സംഖികൾ സംഖിയുടെ കാച്ചൽ കേൾക്കാനെന്ത് സുഖം. അപ്പം ഇന്നലത്തെ സംഖികളുടെ കൂട്ടക്കരച്ചിൽ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ? നമ്മുടെ എമ്പുരാൻ സിനിമ കണ്ട് മറ്റേ പുളകം കൊണ്ട സംഖികൾ ഈ ചേരൻ്റെ മേലെ ഈ മണ്ണെണ്ണ വെച്ച് കഴിഞ്ഞാൽ ചേര ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടൊരു ഓട്ടുണ്ട്. അതുപോലെ നമ്മുടെ സംഖികൾ ഇന്നലെ ഓടിയത്. അപ്പോൾ ഇന്നലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് നെക്സ്റ്റ് ഒരു കൂട്ടം സംഖികളുടെ കരച്ചിലാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്ക് തുടക്കം തന്നെ ജെ നന്ദകുമാറിൻ്റെ കരച്ചിലായിരുന്നു. വാര്യം കുന്നനായി എമ്പുരാൻ പൃഥ്വിരാജ് ചിത്രത്തെ വിമർശിച്ച് പ്രജ്ഞാ പ്രഹാബ് ദേശീയ സംയോജക് അതാണ് ആ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സംഖി വെടി നമ്പർ 1 പൊട്ടിയത്. രണ്ടാമതായിട്ട് നമ്മുടെ കർമ്മ ന്യൂസിൽ വന്ന ന്യൂസ് ആട്ടോ. ഹിന്ദു വിരുദ്ധ സിനിമകൾക്ക് കയ്യടി ഭയക്കണം, ഇത്തരം സിനിമ കാണില്ല, എൻ്റെ വിയർപ്പിൻ്റെ പണം കളയില്ല. ആരാണ്? രാമചിമ്പനല്ല, രാമചിമ്പാൻസിയാണ് അവൻ. കൊള്ളിൻ്റെ കണ്ട് പൊള്ളുകയാണ്, അടിയെന്നൊക്കെ പൊള്ളുന്നത്, മൂട്ടെന്നൊക്കെ പൊള്ളുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ എച്ചിൽ മുസ്ലിം ഉണ്ടല്ലോ. എച്ചിൽ മുസ്ലിം എവിടെയും തൊടാത്ത മറ്റേ പരിപാടി ഏത് അറിയോ? ആദ്യം ഗോത്ര, എന്നിട്ട് ഗുജറാത്ത്. ഇനി ഈ ചരിത്രവും നാട്ടുകാർ സംസാരിക്കും, പഠിക്കും, അറിയും. എമ്പുരാന് നന്ദി. ചിത്രം വിജയിപ്പിക്കുന്ന ഇസ്ലാമോ ലെഫ്റ്റിന് അഭിവാദ്യങ്ങൾ. എവിടെയും തൊടാതെ എൻ്റെ പൊന്നെ എച്ചിലെ നിനക്കൊക്കെ പൊള്ളി. മറ്റേ തീവണ്ടി, ഈ സംഖികൾ തീവണ്ടിക്ക് തീയിട്ട്, നമ്മുടെ ഗോത്ര തീവണ്ടിക്ക് തീയിട്ട് അതേ പൊള്ളലാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ എച്ചിലുകളായിട്ടുള്ള സകല മുസ്ലിമുകൾക്കും, മുസംഖികൾക്കും, ക്രിസംഖികൾക്കും, പരമസംഖികൾക്കും. എന്തൊരു രസമായിട്ടുള്ള രോദനം കേൾക്കാൻ തരും. ഓക്കെ, നമ്മൾ പഠിച്ചോളാം. നമ്മളൊക്കെ പഠിച്ചതാണ് പൊന്നെ, നീ ആയിട്ട് ഇനി പഠിപ്പിക്കേണ്ട നമ്മുടെ ആരിഫ് കുട്ടപ്പ. അടുത്തത് സെൻസർ ബോർഡിലെ RSS നോമിനിസ്റ്റുകൾക്ക് വീഴ്ച പറ്റിയെന്ന് BJP. സംഘടനാ തല നടപടികൾ ഉണ്ടാക്കുമെന്ന് സൂചന നൽകി രാജീവ് ചന്ദ്രശേഖരൻ, നമ്മളെ കുണുവാവ സംസാരിച്ചിട്ടുണ്ട്. അടുത്തത് പിന്നെ എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഇന്നലെ മുതൽ ഇന്ന് വരെ ഒരു 5-8 വീഡിയോ നമ്മുടെ മറുനാടൻ കണ്ടം ചാടി വീഡിയോ ഇടുന്നുണ്ട്. ചെങ്ങായിക്കൊക്കെ എന്ത് പൊള്ളലാ പൊള്ളിയത്. ചെങ്ങായി 4 വീഡിയോ ഇട്ടോ മൊത്തമായിട്ട് കേട്ടോ. അതിലൊന്നും ഇങ്ങനെതാ: ആരാധകരെ ശാന്തരാഘവൻ, സ്റ്റീഫൻ നെടുമ്പള്ളി സൂപ്പർ, ഖുറൈഷിക്ക് പഞ്ച് പോരാ, എൽ ബ്രാൻഡ് ഏറ്റെടുത്തോ. അടുത്തത് തീരുന്നില്ല, പൃഥ്വിരാജിനെ ഏറ്റെടുത്ത് ഇടത് ഇസ്ലാമിക സൈബർ ഇടം, തെറി വാങ്ങിക്കൂട്ടി രാജീവ് ചന്ദ്രശേഖർ. പിന്നെ അവിടെയും കൊണ്ടും കഴിഞ്ഞില്ല, കർത്താവിനെ തൊട്ട് കളി വേണ്ട, എമ്പുരാനെതിരെ ക്രൈസ്തവരും രംഗത്ത്. എൻ്റെ അമ്മേ. പിന്നെ അതുകൊണ്ടും കഴിയുന്നില്ല, ലൂസിഫറാണ് തമ്പുരാനല്ല, മാധ്യമങ്ങളുടെ നെഞ്ചിൽ ബോംബിട്ട് എത്തിയിപ്പിക്ക. ഇയാൾക്ക് എന്ത് കണ്ണുകടിയല്ലേ ക്രിസംഗിൻ്റെ ഒക്കെ രോദനം. പിന്നെ വലിയ മുസംഗി ഉണ്ട് കേട്ടോ, നമ്മുടെ ഫസൽ മുസംഗിൻ്റെ എമ്പുരാൻ സുഡാപ്പികളുടെ പടം. അഖിൽമാരർ പറഞ്ഞത് കേട്ടോ, കേട്ടല്ലോ അത്. എന്ത് കോമഡി കേട്ടോ. ഇന്നത്തെ മെയിനായിട്ട് വന്നിട്ടുള്ള എമ്പുരാനെതിരെ വന്നിട്ടുള്ള സംഘിക്കുടപ്പികളുടെ വർത്താനം നമ്മൾ കേട്ടത്. നമ്മുടെ സ്ഥിരം തീട്ടം കാമിത തീട്ടം. എമ്പുരാൻ സുഡാപ്പി ചിത്രം പണി കിട്ടിയത് വാര്യം കുന്നന്, ചാക്കിൽ കെട്ടിയ വിദേശ പണം വെളുപ്പിക്കാൻ ഹലാൽ സിനിമ. വിദേശ പണം വെളുപ്പിക്കാൻ പൃഥ്വിരാജ് ഇറക്കിയ ഹലാൽ സിനിമയാണ് എമ്പുരാൻ എന്നാണ് നമ്മുടെ എന്താ പറയുക ചാണക കാമി പറഞ്ഞത്. പിന്നെ നമ്മുടെ വിറയൻ സംഘി പത്രിക, പുള്ളീൻ്റെ ഇതാട്ടോ ചാനലാണ്, അതിൽ വന്നിട്ട് പറഞ്ഞതാണ് പ്രസൂൺ ജോഷി പ്രസൻസ് എമ്പുരാൻ. അങ്ങനെ പ്രസൂൺ ജോഷി പ്രസൻസ് എമ്പുരാൻ. അപ്പോൾ അതാണ് നമ്മുടെ TG കണ്ണപ്പന് തോന്നിയത്. അപ്പോൾ ഈ കണ്ണപ്പന്മാർ പിന്നെ നമ്മുടെ എച്ചിൽ ചാനലായിട്ടുള്ള ABC ചാനലിൽ ഗോത്ര ടൈനിൽ തനിയെ കത്തിയതല്ലടാ, പിന്നെ നീ പോയി കത്തിച്ചോ. തനിയെ കത്തിയതല്ല, അത് തന്നെ ഞങ്ങളും പറയുന്നത്. ഗോത്ര ടൈൻ കത്തിച്ചത് സംഖികളാണ്, മരവാണ സംഖികൾ. പഠിക്കട്ടെ ആൾക്കാർ, ഇപ്പം സംഭവങ്ങളൊക്കെ ആൾക്കാർ തിരിച്ചറിയട്ടെ. അപ്പം ഇന്നത്തെ മെയിനായിട്ട് വന്നിട്ടുള്ള പുതിയ നമ്മുടെ സംഖ്യകളുടെ കരച്ചിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. നമ്മുടെ പാലക്കാട് BJP പ്രസിഡന്റില്ലേ, പ്രശാന്ത് ശിവനില്ലേ, അവനൊക്കെ അങ്ങനെ കൊള്ളി നിന്ന് അവൻ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിട്ടുണ്ട്.
ഇവന്മാർക്കൊക്കെ കൊണ്ട് സിനിമ അങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കും, ഒരു രക്ഷയില്ല. ഇന്നും ഹൗസ്ഫുൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾക്കെല്ലാം ഹൗസ്ഫുള്ളായിരിക്കും. ഇവന്മാർ ഇതെല്ലാം കൂടെ കത്തിച്ചപ്പം ഇപ്പോൾ അവന്മാർ സംഘികളും പോയി കാണുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവം നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെ സുഡാപ്പികളും കാണുന്നുണ്ട്, നമ്മളെ സകല ജിഹാദികളും കാണുന്നുണ്ട്, എല്ലാവരും പോയി ഫിലിം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിം വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും സംഘികൾക്ക് ഒരു ബിഗ് താങ്ക്സ് കൊടുക്കണം കേട്ടോ. സംഘികൾ പൊട്ടിക്കണം എന്ന് വിചാരിച്ച പടമായിരുന്നു, ഇപ്പോൾ സംഘികൾക്ക് തന്നെ തോന്നി തുടങ്ങി. അതായത് കൂട്ടത്തിൽ ഈ സംഖ്യകളൊക്കെ രാത്രി തലയിൽ എന്താ പറയുക മുണ്ടിട്ട് പോയി കാണുന്നുണ്ടെന്ന് കേട്ടെ. എന്താണ് ശരിക്കുള്ളത് അറിയണമല്ലോ കഥ, ഗുജറാത്തിൽ എന്ത് നടന്നതെന്നുള്ളതും എന്തായിരുന്നു 2002 മോദിജി അവിടെ കാണിച്ചു കൂട്ടിയതെന്നുള്ളതും മോദിജി കത്തിച്ചത് എങ്ങനെ കൊന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും കൂടെ അങ്ങോട്ട് മുണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ടെന്നാ കേട്ടെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ആ പ്രതിഷേധം മൊത്തം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഏതോ ഒരു രാഹുൽ ഈശ്വറിൻ്റെ തോന്നുന്നുണ്ട് യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റക്കാരൻ വില്ലൻ നമ്മുടെ മോദിജി ആണോ ചോദിച്ചിട്ട്. ഈ ഫിലിമിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഫിലിമിൽ ഈ ബജ്രംഗിനെ കാണിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ ഇടയ്ക്ക് ഒരു അമിത്ഷാ കയറി വരുന്നുണ്ട്. അതായത് NIA കൊണ്ടുവരെങ്കിൽ അമിത്ഷാനെ വിചാരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ആൾക്കാരില്ലാത്ത കഥകൾ പറഞ്ഞ ആൾക്കാരെ പൂട്ടണമെങ്കിൽ NIA വരണമെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൽ അമിത്ഷാൻ്റെ അടുത്തോട്ടാണ് പുള്ളി ഓടുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബ്രാൻഡ് ഉണ്ട്, അതാണ് നമ്മുടെ താഡിജി എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും എമ്പുരാൻ 3 വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് സംഖ്യകൾ മൊത്തത്തിൽ കത്തി അമർന്നരിഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥയിലോട്ടാണ് ഈ ഫിലിമിൻ്റെ അവസാനം കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും കാണാം. കാരണം നമ്മുടെ മെയിൻ ആളെയാണല്ലോ ഇതിൽ തട്ടിക്കളഞ്ഞത്. അപ്പോൾ ചോദിക്കാൻ നമ്മുടെ ആ കൂട്ടത്തിൽ പറയുന്ന പോലെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്ലസ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വരും എന്നാണ് നമ്മുടെ അവസാനത്തോടെ ഫിലിമിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു സംഖ്യകളെ, എൻ്റെ പൊന്നു രാജ്യമായിട്ട് അങ്ങനൊന്നും കൊല്ലല്ലേ, പതുക്കെ കൊന്നാൽ മതി. നമുക്ക് അടുത്ത് 2-3-4 എന്താ പറയുക ഇതിൻ്റെ ഇതും കൂടെ എടുക്കണം. 3, 4 എമ്പുരാൻ 3, 4, 5 അങ്ങനെ മൊത്തം സംഖ്യകളെ നമുക്ക് ഇങ്ങനെ കുരുട്ടി പൊട്ടിക്കണം. എന്നിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞിങ്ങനെ നടക്കുന്നത് കാണാൻ വല്ലാത്തൊരു സുഖം. എന്താ പറയുക ഇതിനൊക്കെ പൊളി, അടിപൊളി.